എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വരുന്ന 2 വീക്സിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്രണയ ജീവിതമാകും, നിങ്ങളുടെ കുടുംബജീവിതം, വിവാഹിതരായിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഗ്രീൻ ആണെങ്കിൽ പൈൽ നമ്പർ 1. അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ബ്ലൂയിഷ് കളറാണെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് പേർപ്പിൾ കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്ലോസറായിട്ട് നോക്കണമെങ്കിൽ ഇതിലേതാണ് നിങ്ങൾ കണക്റ്റഡ് ആവുന്നത്. അതായത് ഇതിൽ എഴുതിയിട്ടുള്ള നമ്പേഴ്സിൻ്റെയും സോഡിയാക് സയൻസിൻ്റെയും പ്ലാനറ്ററി പൊസിഷൻസിൻ്റെയൊക്കെ ബേസിസിലും നോക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ 2 മാറ്റാം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വരുന്ന 2 വീക്സിൽ വരുന്നത്? നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എന്തുമാകാം. സോ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഓക്കെ, ആദ്യം തന്നെ പാൻറ്റ എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ടോർട്ടോയ്സ് ആൻഡ് പോളാർ ബിയർ, ക്യാമലിയോൺ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പാൻറ്റ എനർജി കണക്ഷൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്പേസ് കൊടുക്കുക. അതായത് നമ്മൾ ഏതൊരു ബന്ധത്തിലും നമ്മൾ പൂർണ്ണമായിട്ടും ഏതൊരു സമയം ഒരാളിൽ ആവശ്യത്തിൽ കവിഞ്ഞ് അവരിൽ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്നതോ എന്തിനും ഏതിനും അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഏത് കാര്യത്തിനും നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം, നിങ്ങളുടെ കൂടെ എപ്പോഴും അവരുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ. ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാൻ, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അപ്പോൾ ആ ഫ്രണ്ട്സിന് വേറെയും ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കണം, എല്ലാ കാര്യം നിങ്ങളോട് പറയണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കും നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കരുതുന്ന. ഈവൻ നമ്മൾ എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ കൂടിയും അവർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വേറെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ സംസാരിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വേറെ ആളുകളായിട്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, അവരുടേതായിട്ടുള്ളൊരു ടൈം നിങ്ങൾ കൊടുക്കാം. ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഇപ്പോൾ പ്രണയത്തിലോ അല്ലെങ്കിൽ ഈവൻ വിവാഹിതരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ചില ആളുകൾ വളരെയധികം പൊസസീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രണയത്തിലായിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ അത്ര മാത്രമാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിൽ അവർ കൂടെ വേണം, അല്ലെങ്കിൽ അവരെവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ വേണം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സ് പാടില്ല, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സൗഹൃദങ്ങളോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നടക്കണം എന്നുള്ളൊരു വാശിയായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ പല സമയങ്ങളിൽ ഈ ഒരു പൊസസീവ്നെസ്സിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്താൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ മാറ്റം വരുത്തേണ്ടുന്ന ഒരു സമയമാണ്. അത് വളരെ അരോചകമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കാമെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടോയ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇത് പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ സിറ്റുവേഷനാണ്. നിങ്ങൾ ഒട്ടും തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടല്ല ഇരിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു വരുന്ന ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് ആ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനുള്ളൊരു അവസരം തരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുന്നതിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഗൈഡഡ് മെഡിറ്റേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഗൈഡഡ് മെഡിറ്റേഷൻ ട്രൈ ചെയ്യാം. അത് സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സിൽ ചെയ്തിട്ടുണ്ട് നേരത്തെ, അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
വളരെയധികം പ്രഷറൊക്കെ അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ വളരെ എമർജൻസി ആയിട്ട് വളരെ ക്രൈസിസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കരുതി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെറും ചെറിയ കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക, പതുക്കെ പോകുക. നമ്മൾ സ്പീഡിൽ പോകുമ്പോഴാണ് പല കാര്യങ്ങളും ഓവറായിട്ട് നമുക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്ലോ ഡൗൺ, അതായത് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. ബ്രീത്തിങ് സ്ലോ, അതായത് ബ്രീത്തിങ് ടെക്നിക്സ് ട്രൈ ചെയ്യാവുന്നതാണ്. സ്ലോ ബ്രീത്തിങ് ടെക്നിക്സ് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതേപോലെ കുറച്ചുകൂടി കാമറായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ജീവിതം കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ചെയ്യുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുക. അതേപോലെ സമയമെടുത്ത് നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ക്ലിയർ ആക്കുക. അതായത് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥിരത ഉണ്ടാവണം. നമ്മൾ ഒരു പോസിറ്റിവിറ്റി നമ്മളിലുണ്ടാകണം. നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും നമ്മൾ ധൃതി പിടിച്ച് പല കാര്യങ്ങളും നേടണം, പെട്ടെന്ന് നടക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമുക്ക് ക്ഷമയും അതിന് വേണ്ടുന്ന കഠിനാധ്വാനവും ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. അതൊരു പേസ് ഉണ്ട്, അതിന് എല്ലാത്തിനും ഒരു പേസ് ഉണ്ട്. അതിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. അല്ലാണ്ട് ധൃതി പിടിച്ചാൽ ഒന്നും നടക്കണമെന്നില്ല. അതിപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവേ നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് ധൃതി പിടിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ പോളാർ ബെയർ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ബന്ധത്തിലാണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. പോളാർ ബെയർ എനർജി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നിലകൊള്ളാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഈ വരുന്ന 2 വീക്സിൽ പ്രത്യേകിച്ച് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ആ സിറ്റുവേഷൻ നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിലും, എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ടാവും. ചില സമയങ്ങളിൽ ആളുകൾ സ്വാർത്ഥരാകും. അപ്പോൾ അവരവരുടെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളായിരിക്കണം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ചിലപ്പോൾ ഓവർ പൊസസീവ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ അവർക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവർ ആദ്യമായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അത് കാണുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് അവരിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ലൈഫിലൊരു ബൗണ്ടറി ആവശ്യമാണ് എന്നുള്ളത്. ആ ഒരു റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ ആ ഒരു ബൗണ്ടറി റെസ്പെക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അപ്പോളജൈസ് ചെയ്യാം. എപ്പോഴും നമ്മൾ വളരെയധികം മര്യാദയോട് കൂടിയിട്ട് റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വേണം മറ്റുള്ള ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെങ്കിലും ഒരു ലെവൽ ഓഫ് റെസ്പെക്റ്റ് ഏത് ബന്ധത്തിലും അനിവാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ചില ആളുകളെ സംബന്ധിച്ച് ഈ എനർജി കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സംസാരിക്കുന്നതാണെങ്കിലും ആവാം. കാരണം ഇപ്പോൾ കുട്ടികളായതുകൊണ്ട് അവർക്ക് റെസ്പെക്റ്റ് ആവശ്യമില്ല എന്നാണ് ചില ആളുകളുടെ വിചാരം. അപ്പോൾ കുട്ടികളാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വേണ്ടുന്ന ഒരു വാല്യൂ കൊടുക്കുക. അത് നിങ്ങൾ ആ ഒരു ഇതിലാണ് അവരോട് സംസാരിക്കുമ്പോൾ തിരിച്ചും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആ ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. കെംലിയോൺ എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സർക്കംസ്റ്റൻസസിനെ കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത്, അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം എന്താണോ അതിനനുസരിച്ചിട്ട് നിലകൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളത്. കാരണം പലപ്പോഴും പല ആളുകളും അവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൽ കവിഞ്ഞിട്ടുള്ള സാമ്പത്തികം ചിലവ് കാര്യങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ്, നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നോക്കാതെ മറ്റൊരാളുടെ സാഹചര്യം നോക്കിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ലാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ സാഹചര്യങ്ങൾ, അതേപോലെ നിങ്ങളുടെ ബന്ധങ്ങൾ, അതുപോലെ നിങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക്
ആ ഒരു പ്രപഞ്ച ശക്തിക്ക് സറണ്ടർ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ചില സാഹചര്യങ്ങൾ, ചില ബന്ധങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയായിപ്പോൾ. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ ജസ്റ്റ് സറണ്ടർ ടു ദ ആ ഒരു സിറ്റുവേഷൻ എന്താണോ അതിന് സറണ്ടർ ആവുക. കാരണം അപ്പോൾ നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് ഒന്ന് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ നമ്പർ 2 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നിങ്ങൾ നമ്പർ 2 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന ഒരു 2 വീക്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ. പൈൽ നമ്പർ 2. ലെറ്റ്സ് സീ പൈൽ നമ്പർ 2. റാറ്റിൽ സ്നേക്ക് എനർജി, അതുപോലെ തന്നെ കോണ്ടോർ, നെക്സ്റ്റ് വന്നിട്ട് ക്യാറ്റ്, ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് പ്ലാറ്റിപ്പസ് എനർജിയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന റാറ്റിൽ സ്നേക്ക് എനർജിയാണ്. റാറ്റിൽ സ്നേക്ക് എനർജി എന്ന് പറയുമ്പോൾ ലൈഫിൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ പല എക്സ്പീരിയൻസസും നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ ലെവലിലായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഉള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഹീലിംഗ് ടൈമാണ്. കാരണം ഇവിടുത്തെ എനർജി ട്രാൻസ്ഫോർമേഷൻ ആണോ ഒന്ന് പറയാനുള്ളത്. അപ്പോൾ ടോട്ടൽ ചേഞ്ചാണ്, വലിയ മാറ്റമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം നല്ലൊരു ഹീലിംഗ് പവർ നിങ്ങളിലുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഹീലറാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അപ്പോൾ ഈ ഒരു ഹീലർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തിനും ഏതിനും നിങ്ങളുണ്ടാവും. എല്ലാത്തിനും സമാധാനിപ്പിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെയധികം ദയാദാക്ഷിണ്യം, സഹാനുഭൂതി കാണിക്കാൻ, ആരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഏത് സഹായത്തിനും നിങ്ങളുണ്ടാവും. മറ്റുള്ളവരുടെ പെയിനിൽ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതും അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ചാർത്തി കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ആവശ്യത്തിനും നിങ്ങളെ സമീപിക്കുക, നിങ്ങൾ ഉപയോഗിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു ആവശ്യത്തിനും ആരും ഉണ്ടാവില്ല എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി, യു ആർ ബീയിങ് ആസ്ക്ഡ് ടു ഓഫർ യുവർ ടൈം ആൻഡ് എനർജി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ എല്ലാത്തിനും എന്തിനും ഏതിനും മറ്റുള്ളവരെ സഹായിച്ചിരിക്കണം എന്നുള്ള, ചില ആളുകൾ അതൊരു ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് എനർജി ആയിട്ട് വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തായാലും നിങ്ങൾ സഹായിച്ചു പോകുന്നിരുന്ന ഒരാളായതുകൊണ്ട് എന്തായാലും നിങ്ങളത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ എല്ലാത്തിനും നിങ്ങളാണ്. കാരണം നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ആ ഒരു രീതിയിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കുറേ കാലങ്ങളാവുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നു. അതായത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് തിരിച്ചിങ്ങോട്ടേക്കൊന്നും ഉണ്ടാവുന്നില്ല. അതിനി ഫാമിലിയിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുകയും കുറച്ചുകൂടി നിങ്ങളോട് മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ്, അതായത് എന്തിനും ഏതിനും എല്ലാവരെയും സഹായിക്കുന്നത് നല്ലതാണ്. പക്ഷെ അവരത് നിങ്ങളെ ഒരു ചവിട്ടിയാക്കി മാറ്റാതിരിക്കാനും ആവശ്യത്തിൽ കൂടുതൽ ചോദിക്കാതെ തന്നെ സഹായം കൊടുക്കുന്ന രീതി. നമ്മൾ പറയും ഒരാൾ സഹായം ചോദിക്കുമ്പോൾ അവർക്ക് സഹായം ചെയ്യാം, കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് പറയും. പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തിനും ഏതിനും ഒരാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളൊരു 100 പ്രാവശ്യം ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു, പക്ഷെ ഒരൊറ്റ പ്രാവശ്യം എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല. അത് നിങ്ങളൊരു 3 ആവർത്തി ആ വ്യക്തിയിൽ എന്തെങ്കിലും ചോദിക്കുന്നു, തിരിച്ച് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സമയം
അതായത് നിങ്ങൾ മറ്റാവശ്യത്തിന് വച്ചിരുന്ന സമയവും എനർജിയും ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അതായത് ഒരു പരിധി വരെയാണ് നിങ്ങളൊരു ഹീലറിൻ്റെ റോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആവശ്യത്തിൽ കവിഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല. കോണ്ടോർ എനർജിയാണ്. അപ്പോൾ യു ഹാവ് ടു മേക്ക് ഡിസിഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ലൈഫിൻ്റെ നിങ്ങളുടെ ഫോക്കസ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ആ ഒരു നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എക്സ്പ്രഷൻസ് അതായത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക നിങ്ങളെ തന്നെ. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഒരു ട്രൂ ഡിറ്റാച്ച്മെൻറ്റ് ഇവിടെ സൂചിപ്പിക്കുന്ന നേരത്തെ ഒരു എനർജിയും നമ്മൾ രാജൽസേക്ക് എനർജി ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചുകൂടി മെച്യൂർ ആവുന്നു. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എനർജി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ബ്യൂട്ടിഫുൾ സോൾ. പക്ഷേ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ല. ആവശ്യമുള്ള സമയങ്ങളിൽ നിങ്ങൾ ബി കമ്പാഷനേറ്റ്, അതായത് ദയാദാക്ഷിണ്യത്തോടു കൂടി പെരുമാറുക. പക്ഷെ അതിനർത്ഥം മറ്റുള്ളവർ നിങ്ങളെ ചവിട്ടിക്കൂട്ടി എടുക്കുക എന്നുള്ളതല്ല. അതായത് മറ്റുള്ളവർ നിങ്ങളിൽ അൺഹെൽത്തി ഡിപ്പെൻഡൻസീസ് ഉണ്ടാകുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനത്തെ ഒരു അതിലേക്ക് പോകാതെ നിങ്ങൾ കുറച്ച് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബോർഡർ സൃഷ്ടിക്കുക നിങ്ങൾ വേണ്ടിടത്ത്. അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. എഗെയിൻ ക്യാറ്റ് എനർജിയാണ്. വീണ്ടും ആ ഒരു ഡിപ്പെൻഡൻസി എനർജിയാണ് ക്യാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ചില സാഹചര്യങ്ങൾ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സോഷ്യൽ അനിമലാണ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ റിസ്ക് ഓഫ് ടേക്കിംഗ് ദം ഇൻ ടു ഗ്രാൻഡ് അഗെയിൻ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചാൻസ് എടുക്കുക, ഇതുവരെ നിങ്ങൾ ചാൻസ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ലവും സപ്പോർട്ടും നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത് നിങ്ങളിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ചില ആളുകൾ ഒരു ഫിൽറ്റർ ആവശ്യമാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഫിൽറ്റർ ഇല്ലാതെ എല്ലാം തുറന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് തരം ബന്ധമായാലും ഒരു ചെറിയ ഫിൽറ്റർ ആവശ്യമാണ്. നിങ്ങളുടെ ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് നിങ്ങൾ എന്താണ് പറയുന്നത് അത് പറയാനായിട്ട് ശ്രമിക്കുക. അത് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രമിക്കുക എന്നുള്ളതല്ല, അതിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളിലാണ് കൂടുതൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത്. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു പറയുന്നു എന്നുള്ളതിലല്ല. പിന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും 4 പേര് പറയുമ്പോൾ ഈ വ്യക്തി വളരെ നല്ലതാണ്, എപ്പോൾ ആവശ്യം വന്നാലും ചില ആളുകൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. വളരെയധികം സോഫ്റ്റായിട്ടായിരിക്കും സംസാരിക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊക്കെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ പറയും നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണ്, ഏതൊരു ആവശ്യത്തിനും എപ്പോൾ ചെന്നാലും ഇദ്ദേഹം ഉണ്ടാവും, ഇദ്ദേഹം ഇതാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ മനസ്സലിഞ്ഞു പോകുന്ന ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ വീണു പോകുന്ന ഒരു രീതി, ആ രീതിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ടുന്ന ഒരു സമയമായി എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അത് എപ്പോഴും അവർ പറയുന്നത് അവർ മീൻ ചെയ്യണമെന്നില്ല. അപ്പോഴത്തെ അവരുടെ കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു രീതി കൂടിയിട്ടാവാം അതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള ചില കഴിവുകൾ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, അതേപോലെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്കുള്ള പ്രത്യേക ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ്. ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാതെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുക. പിന്നെ ഹോബീസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. പ്ലാറ്റിപ്പസ് എനർജിയാണ് നെക്സ്റ്റ്. അപ്പോൾ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കുന്നൊരു കാര്യം, നിങ്ങൾ സിറ്റുവേഷൻസിനെ, അതായത് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുശീലങ്ങളായിരിക്കും, അല്ലെങ്കിൽ പല പല സവിശേഷതകളോ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളോ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇതെൻ്റെ തലവിധി എന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്ത് ചെയ്യാൻ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു പരിധി വരെ പല ആളുകളും
എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് വളരെ സീരിയസ് ആയിട്ടുള്ള ഇതിൽ ഒരു ഡിവോഴ്സ് എന്നുള്ളത് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ അവിടെ അതൊരു അത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഒന്ന്. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു മാറ്റം ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വ്യക്തമായിട്ട് മെച്യൂറായിട്ടുള്ള തീരുമാനത്തിലൂടെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ആ ഒരു ബ്ലെയിം, അതായത് നമ്മൾ സ്റ്റോപ്പ് കംപ്ലൈൻറ്റ്, നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിയോടെ എപ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയി എന്ന് പറയുന്ന, സ്വയം സഹതപിക്കുന്ന, സ്വയം നെഗറ്റീവ് എനർജി പറയുന്നതിന് മാറ്റി നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്തോറും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെ ഈ വ്യക്തിയെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്? ഈ വരുന്ന 2 വീക്സിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ മാറ്റങ്ങൾ. ഓക്കെ, സോ ചീത്ത എനർജി, നെക്സ്റ്റ് വന്നിട്ട് മൗസ്, ബ്ലൂ ഹെറോയിൻ, ഹണിബി. ഫസ്റ്റ് ചീത്ത എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങളുടെ ഒരു പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, പലരും പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് അവരുടെ പ്രൊഫഷണൽ ലൈഫിനെയും അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ പോസിറ്റീവാണ് എങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ എനർജി കാരണം. അപ്പോൾ പേഴ്സണൽ ലൈഫ് പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ലൈഫ് ബെറ്ററായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധ്യതകൾ കുറവായിട്ടിരിക്കുന്ന ചില വ്യക്തികൾ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ഈ പ്രശ്നങ്ങളിനെ അതിജീവിക്കാനോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഇതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതും ഒക്കെ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ചെയ്യേണ്ടത് നെഗറ്റീവ് സൈഡിലല്ല, പോസിറ്റീവ് സൈഡിലാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ള ധാരണ, ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള മാറ്റമാണ്. ഇവിടെ പലരെ സംബന്ധിച്ച് നമ്മൾ പറയും സ്കാർസിറ്റി മൈൻഡ് സെറ്റാണ് പണത്തെക്കുറിച്ച്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും എത്ര ശ്രമിച്ചാലും നേട്ടങ്ങൾ ഉണ്ടാവുക കുറവായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നല്ല ബന്ധങ്ങളില്ല, നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത കൊച്ചിലെ ബാല്യത്തിൽ മുതൽ മനസ്സിൽ കയറി കൂടിയിട്ടുള്ളവരോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുള്ളവരും, അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ മൈൻഡിൽ. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ അതിലാണ്. അപ്പോൾ ആ ഒരു ഫോക്കസ് മുഴുവൻ അതിലാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിലാദ്യം മാറ്റം വരുത്തുക, നിങ്ങളുടെ ഇൻറ്റൻഷൻസിൽ, നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. ഓക്കെ, അതേപോലെ തന്നെ മൗസ് എനർജിയാണ്. അപ്പോൾ മൗസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്.
അതിലൊന്നെന്ന് വെച്ചാൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ, ഇതിലൊന്നും വലിയൊരു ഇടയ്ക്ക് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോകുന്നുണ്ടാവാം. അതിലപ്പുറത്തേക്ക് അത് ഫാമിലിയിൽ എല്ലാവരുടെയും കൂടെ, അതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പിരിച്വാലിറ്റിയിലൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. കാരണം ഓവറായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതിലാണ് വിശ്വസിച്ച് പോകുന്നിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാവും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ പലതിലേക്കും പല കാര്യങ്ങളും മാറുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പല മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എവിടെ നിന്നാണ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആൻസർ കിട്ടുന്നത്, അതിലേക്ക് നമ്മൾ ചായാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലൂടെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സ്പിരിച്വലി കുറച്ചധികം കണക്റ്റഡായി നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് നിങ്ങളെങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഏത് കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലുള്ളത് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൂടി ഇത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 100% നിങ്ങൾ അതിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല നെഗറ്റിവിറ്റീസും മാറിപ്പോകാനായിട്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹായിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു എനർജിയാണ് ബ്ലൂ ഹെറ. ബ്ലൂ ഹെറോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, വാട്ട് എവർ യു ബിലീവ് ഇൻ, മറ്റുള്ളവർ അത് അപ്രൂവ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ നേരത്തെ ഒരു എനർജി നിങ്ങൾ തന്നെ ആദ്യമേ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ദൈവികമായിട്ടുള്ളതോ സ്പിരിച്വൽ ആയിട്ടുള്ളോ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങളതിൽ വിശ്വസിച്ച് തുടങ്ങുന്നു. മാത്രമല്ല നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്ന സർക്കിൾ എന്ന് പറയുന്നത് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള ചിന്തയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ സ്പിരിച്വൽ റിലീജിയസ് കാര്യങ്ങൾ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അപ്പോൾ സ്പിരിച്വലോ റിലീജിയസോ ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാത്ത വ്യക്തികൾ ഇങ്ങനെയുള്ള സർക്കിളിൽ നിൽക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അവരുടെ അപ്രൂവൽ അല്ലെങ്കിൽ അവരുടെ അപ്രൂവലിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോൾ അവരിൽ നിന്നൊരു ഡിസപ്രൂവൽ, ഒരു ജഡ്ജ്മെൻറ്റ്, നിങ്ങൾ ജഡ്ജ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു. അത് നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളെ തുടക്കത്തിൽ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഇത് എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ ഇഷ്ടങ്ങൾ, അപ്പോൾ അതിലേക്ക് കൂടുതൽ പോകേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ് എന്നുള്ളത്. കാരണം നിങ്ങൾ തന്നെ ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തു. ഇനി അത് വന്നു കഴിയുമ്പോൾ ചുറ്റുപാടുള്ള ആളുകൾ എന്ത് ചിന്തിക്കും, ആ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്ത് തരത്തിൽ എങ്ങനെ, അതായത് തുടക്കത്തിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുകയാണ് മുന്നോട്ടേക്ക്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ഹൈഡിങ് എന്നുള്ളൊരു എനർജി കൂടിയിട്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണോ അതായിട്ട് തന്നെ ഇരിക്കുക. അതൊരു മാസ്ക് അല്ലെങ്കിൽ ഒരു മുഖംമൂടിക്ക് പുറകിൽ നിൽക്കാതിരിക്കുക എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഹണിബി എനർജിയാണ്. അപ്പോൾ ഈ ഹണിബി എനർജി എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഫാമിലി, എൻ്റയർ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുമിച്ച് ചേർന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, കാരണം ഇവിടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ തലയിലായിരിക്കും ഉണ്ടാവുക, ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ
ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയുടെ ഒരു ആ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം സോഷ്യൽ ലൈഫിലായിരിക്കും. കാരണം ചില ആളുകൾ നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൊസൈറ്റി അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും റിലീജിയസ് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ പള്ളികളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിന് അന്നദാനമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമാവാൻ ഒരുമിച്ച് കൂട്ടായ്മയുടെ ഭാഗമാവാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് എന്തെങ്കിലും ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നിങ്ങളായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു ചേരുന്നുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുടെ ചിന്താരീതികൾ മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട്. പുതിയ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ തരത്തിൽ ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുന്ന ആളുകളുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യുന്നു. പുതിയ ആളുകളായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനൊക്കെ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.